അർജന്റീന ഫൈനലിലേക്ക് എത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയാൽ പോരാ, ഫ്രാൻസും ഫൈനലിലേക്ക് എത്തണം. ഫ്രാൻസും അർജന്റീനയും ഫൈനലിൽ കളിക്കണം. എന്നിട്ട് ആ കഴിഞ്ഞ 2022 ആ പ്രതികാരല്ലേ, റിവഞ്ച്, അത് ഞങ്ങള് പിന്നെ വീട്ടും. ഫ്രാൻസ് അർജന്റീന തോൽപ്പിച്ച് പിന്നെ ഈ വേൾഡ് കപ്പ് കിരീടം ചൂടും. ഓക്കെ, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഒരു പക വീട്ടാനുണ്ട്, ചെറിയൊരു റിവഞ്ച്. കാരണം എന്താ അറിയോ, അന്ന് 3-3 കളിയില് കേട്ടോ, ആ 2022 3-3 കളിയില്, പിന്നെ പെനാൽറ്റിയിലാണ് ഞങ്ങൾ പോയത്. അന്നൊക്കെ അത്രക്കൊരു 5 മിനിറ്റ് കൂടി കിട്ടിക്കണെങ്കിൽ ഞങ്ങളന്ന് ജയിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പിന്നെ ഓരോരുത്തർക്കും ഓരോ പിന്നെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫ്രാൻസ്, ഞങ്ങൾ 16 ടീമിലെത്തി. നിങ്ങൾ ആ 32 ടീമൊന്നും ജയിച്ച് വരണേന്ന് വന്നിട്ട് നിങ്ങൾ ഫൈനലിലേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടണം. ഫ്രാൻസും അർജന്റീനയും ഫൈനൽ കളിക്കണം. എന്നിട്ട് ആ 2022 ആ പാക ഞങ്ങൾ വീട്ടിലിരിക്കും. ഞങ്ങള് പിന്നെ ഞങ്ങളെ മാന്ത്രിക നമ്പർ 2-1 അർജന്റീന തോൽപ്പിച്ച് ഞങ്ങള് കിരീടം നേടും. ഇതിലെന്താണ് പറയാലോ, പറഞ്ഞു കേട്ടില്ലേ? അർജന്റീന ഫൈനലിൽ എത്തുകയാണെങ്കിൽ മിനിമം ഒരു 3 ഗോളിന് അർജന്റീന ജയിക്കും. അത് ഓല് പറയുന്നത് ഫ്രാൻസിനെ അപ്പൊ ഞങ്ങള് ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ പിന്നെ അർജന്റീനയും ഫ്രാൻസും ഫൈനലിലേക്ക് എത്തിയിട്ട് അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ ആരാധനയത്തെ 28 സ്റ്റാഫിനും നല്ല അടിപൊളി ബിരിയാണി. കേട്ടില്ലേ? അതെന്താ ബിരിയാണി വാങ്ങാൻ റെഡി ആയി നിന്നോ?